ഹലോ, അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചെടിച്ചട്ടിയാണ്. അതും ഇതുപോലത്തെ പ്ലാസ്റ്റിക് ബോട്ടിലും കൊണ്ട്. നമ്മുടെയൊക്കെ വീട്ടിൽ സെറാമിക്കും കളിമണ്ണും ഒക്കെ കൊണ്ടുള്ള ചെടിച്ചട്ടികളാണ്. മാത്രമല്ല പുറത്ത് പ്ലാസ്റ്റിക് കൊണ്ട് തന്നെയുള്ള പോട്ടുകൾ കിട്ടും. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചെറിയ ചെടിച്ചട്ടി വാങ്ങാം, അത് പ്ലാസ്റ്റിക് കൊണ്ടുള്ള വാങ്ങാൻ പോയപ്പോഴാണ് കണ്ടത് ഇതിന് 40, 50, 60 രൂപയൊക്കെയാണ് ഈടാക്കുന്നത്. അപ്പം ഞാൻ ആലോചിച്ച് നമ്മുടെയൊക്കെ വീട്ടിൽ വെറുതെ എടുത്ത് കളയാൻ വെച്ചിരിക്കുന്ന ഈ പ്ലാസ്റ്റിക് ബോട്ടിലും കൊണ്ട് എന്താ ഉണ്ടാക്കിയാൽ, അങ്ങനെയാണ് ഈ ഒരു ഐഡിയയിലേക്ക് വന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു 750 ml കുപ്പിയാണ്. പക്ഷെ നിങ്ങളുടെ കയ്യിൽ ഒരു 1 ലിറ്ററിൻ്റെ ഒക്കെ കുപ്പി ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കാണാനായിട്ട്. ഇത് നിങ്ങൾക്ക് ഞാനിപ്പോൾ ഇതിന് ഒരു പച്ച കളർ ഓൾറെഡി ഉണ്ടായതുകൊണ്ട് ഇതിന് പെയിൻ്റ് ഒന്നും ചെയ്യുന്നില്ല. നിങ്ങൾക്ക് സ്പ്രേ പെയിൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്തെടുത്താൽ നല്ല രസമായിരിക്കും. പിന്നെ വേർട്ടിക്കൽ ഗാർഡൻ ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചധികം ഉണ്ടാക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. അപ്പം നമുക്ക് ഫസ്റ്റ് ഈ ബോട്ടിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതായത് ഈ മുകളിലത്തെ പോർഷൻ വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ആദ്യം ഞാൻ ഒരു കട്ടറും വെച്ചിട്ട് അവിടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുകയാണ്. എന്നിട്ട് നമുക്ക് സിസേഴ്സ് വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു പോർഷൻ ഇനി കട്ട് ചെയ്തെടുക്കാറുണ്ട്. അതായത് ഞാൻ അതിൻ്റെ അളവ് പറഞ്ഞുതരാം. ആദ്യം ഒരു ഇഞ്ച് വീതിയിൽ ഒരു സ്ട്രിപ്പ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാനിവിടെ ജസ്റ്റ് അളക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ഇഞ്ച് വീതിയിൽ ഇവിടെ നമുക്കൊരു സ്ട്രിപ്പ് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ പിടിച്ചിട്ട് താഴേക്ക് കട്ട് ചെയ്യണം. ഞാൻ ഒരുപാട് ലെങ്ത് കൊടുക്കുന്നില്ല, ഞാൻ ഏകദേശം ഇത്രയും ലെങ്തേ കൊടുക്കുന്നുള്ളൂ എല്ലാ സ്ട്രിപ്പിനും. ഏകദേശം സ്ട്രിപ്പായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരേ ലെവലിലാണ്, സൈസും ഒന്നാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുത്ത ഒരു ഇഞ്ചിൻ്റെ സ്ട്രിപ്പ്. അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റി നിർത്താം. എന്നിട്ട് അടുത്ത ചെയ്യേണ്ടത്, നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചൊരു പോർഷൻ ഉണ്ടല്ലോ, അതിൽ നിന്ന് നമുക്കൊരു സർക്കിൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിനി അത് ചെയ്യാം. ഒരു കനത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ എല്ലാ സ്ട്രിപ്പിൻ്റെയും അകത്തൂടെ നമുക്കിത് കയറ്റണം. അപ്പോൾ ഇത്രയും കയറ്റി വെച്ചിട്ടുണ്ട്. ഈ അടിയിലത്തെ ഒരു സെയിം ലെവൽ ഉണ്ടല്ലോ, അതിന് മുകൾ വരെ കയറ്റി വെക്കാം. എന്നോ ഇവിടെ വരെ ഞാൻ കയറ്റി വെച്ചിട്ടുണ്ട്. ടൈറ്റായിട്ടിരിക്കണം. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള 7up ഒക്കെ കുപ്പി തന്നെ എടുക്കാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന 1 ഇഞ്ചിൻ്റെ സ്ട്രിപ്പ് ഇതാണ്. അപ്പോൾ അതൊഴിച്ച് ബാക്കി എല്ലാം നമുക്ക് കുറച്ചുകൂടെ നീളത്തിൽ കട്ട് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ അടുത്ത് വരെ കട്ട് ചെയ്യാം. മടക്കി വെക്കാനാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മടക്കുന്നത് ശരിയാവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ എല്ലാം ഇതിൻ്റെ അടുത്ത് വരെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 1 ഇഞ്ചിൻ്റെ സ്ട്രിപ്പ് ഒഴിച്ച് ബാക്കിയെല്ലാം ഇങ്ങനെ എടുത്ത് ഇതിൻ്റെ ഇടയിലോട്ട് കയറ്റി വെക്കണം. അപ്പോൾ ഞാൻ ഇത് ഇത്രയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതെങ്ങനെ ഞാൻ വേറൊരു രീതിയിലാണ് ചെയ്തത്, അത് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇങ്ങനെ ഒരെണ്ണം എടുക്കണം, എന്നിട്ട് ഇതിങ്ങനെ മടക്കണം. നന്നായിട്ട് കറക്റ്റായിട്ട് മടക്കണം. അല്ലെങ്കിൽ നമ്മളിതിങ്ങനെ കയറ്റി വെക്കുമ്പോൾ ഇരിക്കത്തില്ല. കാരണം ഇത് ഒന്നാമത്തെ കാര്യം ഇങ്ങനെ ചാടി പോകും അതിൻ്റെ ഇടയ്ക്ക് നിന്ന്. എന്നിട്ട് ഈ 2 പോർഷനും ഇതിനകത്തോട്ട് കയറ്റണം. ആദ്യം കാണാൻ പറ്റുന്നുണ്ടോ, ആദ്യം ഒരെണ്ണം കയറ്റണം ഇപ്പുറത്തേക്ക്. പിന്നെ ഒരെണ്ണം കയറ്റുമ്പോൾ അടുത്ത് ഇളകാണ്ട് നോക്കണം കേട്ടോ, അതൊരു പ്രത്യേക പ്രശ്നമാണ്. എന്നിട്ട് ഒരെണ്ണം കൂടെ കയറ്റണം. അത് 2 ചുരുട്ട് ചുറ്റണം, എന്നാലേ അത് പെർഫെക്റ്റായിട്ട് ഇരിക്കത്തുള്ളൂ. ഇത് ഞാൻ നേരത്തെ ചെയ്ത് വെച്ചിരുന്നതാണ്. കണ്ടോ, ഇപ്പോൾ കറക്റ്റായിട്ട് ഇരുന്നു. ഇപ്പോൾ ഇത്രയും ഇരുന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു 1 ഇഞ്ചിൻ്റെ സ്ട്രിപ്പ് എന്തായി, ഇത് കുറച്ച് വലിയ സ്ട്രിപ്പ്, അതുകൊണ്ടാണ് അങ്ങനെ ഇളകി പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ 1 ഇഞ്ച് സ്ട്രിപ്പിൻ്റെ അറ്റം ആദ്യം ഒന്ന് കർവ് ചെയ്യണം, ഷേപ്പ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കത്രിക എടുത്തിട്ട് എന്നിട്ട് നിങ്ങൾക്ക് പപ്പടം കുത്തിയൊക്കെ ഉണ്ടല്ലോ, പപ്പടം കുത്തിയൊക്കെ ചൂടാക്കിയിട്ട് തീയിൽ വെച്ച് ചൂടാക്കിയിട്ട് ഇതിനകത്ത് ഓട്ടയിടാം. ഞാൻ ഇപ്പം അതിനൊന്നും മുതിരുന്നില്ല. ഇതിച്ചിരി വലിയ, ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിച്ചിരി വലിയ പീസായതുകൊണ്ട് പെട്ടെന്ന് ചാടി പോരും. ഒരു കട്ടർ കൊണ്ടിട്ട് ചെറിയൊരു ഇങ്ങനെ ഒരു വരയിടുന്നുള്ളൂ. കാരണം ഞാനിത് ആണിയിലല്ല തൂക്കാൻ പോണത്, അതുകൊണ്ട് പിന്നെ സാരമില്ല. ഞാൻ ഇതിനകത്ത് കുറച്ച് മണ്ണും നിറച്ചൊരു ചെടിയും വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഈ ഒരു സ്ട്രിപ്പിനകത്ത് നമ്മൾ ഒരു കുഴി ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അത് വെച്ചിട്ട് നിങ്ങൾക്ക് ആണിയിലും തൂക്കിയിടാം. അപ്പോൾ ഞാനിപ്പോൾ ആണിയിലൊന്നും തൂക്കുന്നില്ല. ഞാൻ ഇവിടെ ഒരു ചെറിയൊരു കമ്പിയുടെ ഒരു കഷ്ണം എടുത്തിട്ട് അതൊന്ന് വളച്ച് തൂക്കിയിടാമെന്നാണ് ഉദ്ദേശിക്കുന്നത്.
ഞാൻ ഇനി അതൊന്ന് ചെയ്യട്ടെ.